ഹായ് ഓൾ, നമുക്കിന്ന് ബിൽറ്റ് ഇൻ അവനെ പറ്റി സംസാരിക്കാം. OTG, അവൻ, ബിൽറ്റ് ഇൻ അവൻ ഇത് മൂന്നും ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. OTG എന്നത് ഒരു കൗണ്ടർ ടോപ്പ് അപ്ലയൻസ് ആണ്. ടോപ്പിലും ബോട്ടത്തിലും ഒരു ഹീറ്റിംഗ് റോഡ് OTGയിൽ അവൈലബിൾ ആണ്. നമ്മളൊരു ട്രഡീഷണൽ ബേക്കിങ്ങിനാണ് OTG യൂസ് ചെയ്യുന്നത്. അവനിൽ നമുക്ക് ഹീറ്റിംഗ് എലമെൻറ്റ് ഫാനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കമ്പയർഡ് ടു OTG അവനിൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അവനിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബെറ്റർ ടെക്സ്ചറും നല്ല ഈവൻ കുക്കിങ്ങും പോസിബിൾ ആയിരിക്കും. ബിൽറ്റ് ഇൻ അവൻ നമ്മൾ കിച്ചൻ്റെ ക്യാബിനറ്റിൻ്റെ ഉള്ളിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അറൗണ്ട് 60x60 കട്ടൗട്ട് സൈസിൽ ഇത് ഓക്കെ ആയിരിക്കും. എങ്കിലും കിച്ചൺ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഓരോ മോഡൽസും വെച്ചിട്ട് കട്ടൗട്ട് പ്ലാൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ക്യാബിനറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലഗ് സോക്കറ്റ് പ്ലാൻ ചെയ്യുന്നത്. 65 to 75 ലിറ്റർ കപ്പാസിറ്റിയിലാണ് നമ്മൾ ബിൽറ്റ് ഇൻ അവൻ കാണുന്നത്. ഡ്രൈ ഹീറ്റിന് പകരം നമ്മളിതിൽ സ്റ്റീം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻബിൽറ്റ് ആയിട്ട് ടാങ്ക് വരുന്നതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ക്യാബിനറ്റിൽ നിന്ന് കൊടുക്കേണ്ടതുമായ സ്റ്റീം പ്രോ, സ്റ്റീം അസിസ്റ്റഡ് ബേക്കിംഗ് അവൻസ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോൾ, കേക്ക് ബേക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നോർമൽ അവനിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഡ്രൈ ആവാറുണ്ട്. നമ്മൾ സ്റ്റീം അസിസ്റ്റഡ് അല്ലെങ്കിൽ സ്റ്റീം പ്രോ അവൻസിൽ വെക്കുമ്പോൾ ഒരു ജ്യൂസി ടെക്സ്ചർ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന കേക്കിൻ്റെ ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സ്റ്റീം പ്രോ അല്ലെങ്കിൽ ഫുൾ സ്റ്റീം അവനിൽ നമുക്ക് റൈസ്, ബിരിയാണി പോലെ ഫുൾ സ്റ്റീമിൽ കുക്ക് ചെയ്യേണ്ട ഫുഡ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. നമുക്ക് വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കുക്കിംഗ് റിസൾട്ട് ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റീം അസിസ്റ്റഡ് അവൻസ് ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും. കോമ്പിനേഷൻ മൈക്രോവേവ് അവൻ ഒരു 3-in-1 അപ്ലയൻസ് ആണ്. കോമ്പിനേഷൻ മൈക്രോവേവ് അവൻ മൈക്രോവേവ്, ഗ്രില്ല്, കൺവെക്ഷൻ ഇത് മൂന്നും ഒരു സിംഗിൾ യൂണിറ്റിലാണ് വരുന്നത്. ആവറേജ് കപ്പാസിറ്റി 45 ലിറ്റേഴ്സ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോൾ ഫാമിലീസിനും ഒക്കേഷണലായിട്ട് ബേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സെപ്പറേറ്റ് ആയിട്ട് 2 അപ്ലയൻസസ് വെക്കാൻ ആഗ്രഹമില്ലാത്തവർക്കും നമുക്ക് കോമ്പിനേഷൻ മൈക്രോവേവ് അവൻ ചൂസ് ചെയ്യാവുന്നതാണ്. ബേക്കിങ്ങും റോസ്റ്റിങ്ങും കൂടുതലായിട്ട് ചെയ്യുന്നവർ 2 അപ്ലയൻസസ് മൈക്രോവേവും അവനും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ബിൽറ്റ് ഇൻ ഹുഡ് ആൻഡ് ഹോബ്സിനെ പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.